സോറി. ഞാൻ ഇത്തിരി തിരക്കായി പോയി, അതാ വിളിക്കാൻ പറ്റാതിരുന്നേ. എടാ ആകാശേ, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ 3 വർഷത്തിൽ കൂടുതലായി. അന്ന് മുതൽ ഞാൻ കേൾക്കുന്ന ഇത്. ശ്രേയ, ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ടായിരുന്നു. അരവിന്ദന്റെയും ചാരുവിനോടൊപ്പം പോയി താലിയുടെ മോഡലൊക്കെ സെലക്ട് ചെയ്തു. ആണോ? എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഡിസൈൻ കൊള്ളാം. ആ താലിയുടെ ഫോട്ടോ ഒന്ന് അയച്ചു തരണേ. ഫോട്ടോയോ? എന്തിന്? നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, നമുക്കും ആ മോഡൽ മതിയോ നോക്കാനാ. ശരി, അയക്കാം. എടാ, ചാരുയുടെ കല്യാണത്തിന് ഞാൻ വരാം. അല്ല, ആ ടൈമിൽ നിനക്ക് എക്സാം അല്ലേ? അത് സാരമില്ല, എക്സാം നെക്സ്റ്റ് ഇയർ ഉണ്ടല്ലോ. ശ്രേയ, വെറുതെ 1 ഇയർ സ്പോയിൽ ചെയ്യല്ല. നീ ഒരു IAS ഓഫീസറായിട്ട് കാണേണ്ടതാ. അത് കാണാൻ ഇനി ടൈമുണ്ട്. ശ്രേയ, നീ ഈ ഇയർ തന്നെ എക്സാം എഴുതണം. സ്കില്ല് മാത്രമല്ലല്ലോ, ലെക്കും കൂടെ എക്സാമിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ഇയർ നിനക്ക് സ്കില്ലുണ്ടാവും, ബട്ട് ലെക്കില്ലെങ്കിലോ? അതുകൊണ്ട് എക്സാം എഴുതണം. എടാ, നീ ഇത്രയൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടോ? ആ, ഉണ്ടല്ലോ. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആണോ? ആ, അതെ. അതുകൊണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. കല്യാണത്തിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. ബ്രേക്ക് ടൈമിലെ എക്സാം ഹാളിന് പുറത്തു വെച്ച് കാണാലോ. ഓക്കെ? ശരിയടാ, നീ പറഞ്ഞ പിന്നെ അപ്പില്ലല്ലോ എനിക്ക്. എനിക്ക് ഓക്കേടാ, കിടന്നോ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ശാന്തമോനാളി, ഒത്തുനോക്കിയേ. എല്ലാം കറക്റ്റ് അല്ലേ? പിന്നെ ഇത് കണ്ടാലേ ഇതിലേതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അച്ചിട്ട പോലെ. അതാണ്. അപ്പം എന്നാ ശരി മോനാളി, ശരി.